അച്ഛൻ എനിക്ക് അച്ഛൻ്റെ കുടുംബത്തെക്കുറിച്ച്, ഇപ്പോൾ അച്ഛൻ ഇങ്ങനെ ഒരു സ്ഥാനത്തേക്ക് ദൈവം നിയോഗിക്കുമ്പോഴും നമ്മളുടെ കേരള പശ്ചാത്തല, സഭാ പാരമ്പര്യ, ആ ഒരു പശ്ചാത്തലം, വീട്, സെമിനാരി പഠനം, ദൈവവിളിയുമായി ബന്ധപ്പെട്ട ആ ഒരു കാര്യങ്ങൾ പ്രേക്ഷകരെ സംബന്ധിച്ച് അവർക്ക് വളരെ ഉപകാരമുള്ള കാര്യമായിരിക്കുമല്ലോ. ഞാൻ ജനിച്ചത് നമ്മുടെ നാട്ടിലെ സാധാരണ ഒരു മിഡിൽ ക്ലാസ് കത്തോലിക്ക ഭവനമാണ്. അവിടെ കളത്തൂർ കുറുവിലങ്ങാട് ഫൊറോന ചർച്ച് പാലാരൂപതയിലെ. ഞാനൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ എൻ്റെ അമ്മച്ചി തളർന്നു പോയതാണ്. ആദ്യത്തെ പ്രസവത്തിലെ കുറേ നാൾ അമ്മച്ചി കുറേ നാളുകൾ എനിക്കൊന്ന് കോമയിലായിരുന്നു. അത് കഴിഞ്ഞ് അന്നത്തെ ചികിത്സകളൊക്കെ വെച്ച് എണീറ്റിരുന്നു. കഴിഞ്ഞ് അപ്പച്ചൻ അമ്മ വീട്ടിൽ വെച്ചാണ് ഈ സംഭവം. അപ്പോൾ അമ്മച്ചീനെയും കൊണ്ട് വീട്ടിലേക്കും വലിയമ്മച്ചിയും അപ്പച്ചനും കൂടെ പോയി കാളവണ്ടിയിൽ തിരിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് പിന്നെയും ചികിത്സ തുടർന്ന് അത് കഴിഞ്ഞ് 5 വർഷം കഴിഞ്ഞിട്ടാണ് ഞങ്ങളുണ്ടാവുന്നത്. ഞങ്ങൾ 5 പേരുണ്ടായി. അപ്പോൾ ഈ ഒരു അമ്മച്ചിയുടെ ഒരു സൈഡ് തളർന്നു പോയി, ഒരു സൈഡ് മാത്രം ഉള്ള ശക്തി ഉണ്ടായിരുന്നുള്ളത്. അപ്പോൾ അത് വെച്ചാണ് ഞങ്ങളെ വളർത്തിയത്. അതുകൊണ്ട് ചെറുപ്പത്തിൽ തൊട്ട് തന്നെ ചില ബോധ്യങ്ങളും ചില ഇതൊക്കെ ഞങ്ങളെല്ലാവരിലും തന്നെ ഉണ്ടായി. എൻ്റെ മൂത്ത ചേച്ചി ഒരു സിസ്റ്ററാണ് FCCയിൽ. പിന്നെ അപ്പോൾ ആ ചേച്ചിയാണ് അമ്മച്ചിയുടെ ഭാഗത്ത് നിന്നുകൊണ്ട് ഞങ്ങൾ കൊച്ചു പിള്ളേരെയൊക്കെ വളർത്തിയിരുന്നത്. അപ്പോൾ ഇത് എന്നിലെ ഒന്ന് ഈ ദാമ്പത്യ ജീവിതത്തിൻ്റെ ബ്യൂട്ടിയാണ്, കാത്തലിക് മാരേജിനും ക്രിസ്തീയ വിവാഹത്തിൻ്റെ അത് ഫിഡലിറ്റിയും അപ്പച്ചമ്മച്ചിയുടെ കൂടത്തെ ഈ മരണം വരെ എപ്പോഴും ഉണ്ടായിരുന്നു എന്നുള്ളൊരു എന്നെ സ്പർശിച്ച ഒരു സംഗതിയാണ്. അപ്പോൾ ആ ഒരു ബാക്ക്ഗ്രൗണ്ടാണ്. 10ാം ക്ലാസ് കഴിഞ്ഞപ്പോഴത്തേക്കും അപ്പോൾ എൻ്റെ അന്നത്തേക്ക് ചെറുപ്പത്തിലെ ആഗ്രഹം ഒരു ഡോക്ടറാണെന്നായിരുന്നു. ഈ അമ്മച്ചിയുടെ ഇതും കൂടി ഒരു ഫാക്ടറായിരിക്കും. അന്നേരം ഈ വൊക്കേഷൻ പ്രൊമോഷന് ചില കൂട്ടുകാർ വന്ന് വിളിച്ചു. എനിക്ക് ഒത്തിരി അങ്ങോട്ട് ഒരു താല്പര്യമൊന്നുമില്ലായിരുന്നു സെമിനാരിൽ പോകാനായിട്ട്. അത് കഴിഞ്ഞ് അവർ നമുക്ക് പോയി കാണാമെന്ന് പറഞ്ഞു. ഞങ്ങൾ കുറേ ഇളങ്ങാട്ട് അവിടെ അടുത്താണ്, അവിടെ പോയി കണ്ടു. പക്ഷെ അവിടുത്തെ മൊത്തം അന്തരീക്ഷം എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതായിരിക്കും എൻ്റെ വെളിയിൽ നിന്നൊരു എനിക്കൊരു തോന്നൽ തോന്നി. ഞാൻ ചേർന്നു. ശരിക്കും എൻ്റെ വൊക്കേഷനെ കണ്ടുപിടിച്ച സെമിനാരിക്കകത്ത് വെച്ചാണ്. അതുകൊണ്ട് എൻ്റെ വൊക്കേഷനെ പറ്റി എനിക്ക് തോന്നുന്ന ഈ ഫ്രാൻസിസ് തോമസിൻ്റെ ഒരു പോയമുണ്ടല്ലോ, സ്വർഗത്തിലെ വേട്ടപ്പെട്ടിരിക്കുന്നു, ഗോഡ് ഈസ് ആഫ്റ്റർ മീ പിന്തുടരുന്ന പോലെ. വൺസ് വി നോ ഇറ്റ് ദെൻ ലൈഫ് ഈസ് ഡിഫറെൻറ്റ്. ഒരു പ്രാവശ്യം നമ്മൾ ആ എൻ്റെ വൊക്കേഷൻ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെയുള്ള ഒരു വേറെ യാത്രയുണ്ട്. അതെന്നിൽ സംഭവിച്ച സെമിനാരി വെച്ചാണ്. അപ്പോൾ എൻ്റെ കൂട്ടുകാരെല്ലാവരും പോയി, ഒത്തിരി പേര് പോയി, ലീവ് ചെയ്തു. അത് കഴിഞ്ഞ് അതൊരു സമയമായിരുന്നു. എന്നിലൊരു ചരടാണ് ഈ ഒക്കേഷൻ്റെ. ഐ കുഡിൻ ഗോ. ദർ ഈസ് സംതിങ് ബ്യൂട്ടിഫുൾ. അതോടുകൂടി തന്നെ 1-2 വായനകൾ എന്നെ സഹായിച്ചു. ഞാൻ ഒത്തിരി പുസ്തകം വായിക്കുമായിരുന്നു. ഈ മുട്ടത്ത് വർക്കിയുടെ നോവലുകളും കിട്ടുന്നതൊക്കെ വായിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. സെമിനാരി ചേർന്ന് കഴിഞ്ഞാൽ കുറേ വിശുദ്ധരുടെ ഇത് വായിച്ചു. അതിൽ 2 പേരെന്നെ സ്പർശിച്ചു. ഒന്ന് കൊച്ചുറേസ്യ. ഞങ്ങളൊരു പ്രസംഗ മത്സരത്തിൽ എനിക്ക് പ്രൈസ് കിട്ടി, 2nd പ്രൈസ് കിട്ടിയത് കൊച്ചുറേസ്യയുടെ ആത്മീയതയായിരുന്നു. അത് തന്നെ വായിച്ചപ്പോൾ ഈ ജീവിക്കുന്ന ഈശോയോടുള്ള ഒരു എന്താ പറയുക, ഒരു ശിശുസഹജമായ സ്നേഹമാണ്. ഇതൊക്കെ ഒരു യാഥാർത്ഥ്യമാണല്ലോ. പിന്നെ സെൻറ്റ് പോളിൻ്റെ വിശുദ്ധ പൗലോസിൻ്റെ ലേഖനങ്ങൾ വായിക്കുമ്പോൾ ഞാനല്ല ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത് എന്നുള്ളതൊക്കെ, പിന്നെ യോഹന്നാൻ്റെ നീ എന്നിലും ഞാൻ എന്നിലും ജീവിക്കും, ഇങ്ങനെയുള്ളൊരു ആന്തരിക ജീവിക്കുന്ന യേശുവായിട്ടുള്ളൊരു ബന്ധം അതെന്നെ ഉണർത്തിയത് ആ സെമിനാരി കാലഘട്ടത്തിലാണ്. അത് ഉണർന്നു കഴിഞ്ഞാൽ പിന്നെ പോകാനായിട്ട് ബുദ്ധിമുട്ടായിരുന്നു. റീസൺ ടു ഗോ. പ്രശ്നങ്ങൾ പലതും വന്നു. എനിക്ക് പിന്നീട് നമ്മുടെയൊക്കെ വളർച്ചയിൽ എന്നെ പ്രത്യേകിച്ച് ഒരു ഭൗതികമായ ഒരു നിലപാടുള്ളതുകൊണ്ട് എനിക്ക് ഒത്തിരി ചോദ്യങ്ങൾ. ആ ചോദ്യങ്ങളെ ഉദാഹരണത്തിന് ഞാൻ കിട്ടുന്ന പുസ്തകം വായിക്കുമായിരുന്നു. ഈ ഫിലോസഫി കാലത്ത് ഈ ക്രിസ്തുവും കൃഷ്ണനും ജീവിച്ചിരുന്നില്ല എന്നുള്ളത്, അന്ന് ഇടമർഗിൻ്റെയും സനൽ ഇടമർഗൻ്റെ. അപ്പോൾ ഇവരുടെയൊക്കെ ആർഗ്യുമെൻ്റ് എന്താണ്? അത് സത്യമാണെങ്കിൽ നമ്മൾ മണ്ടനാണല്ലോ. യേശു ജീവിച്ചിരിപ്പില്ല എങ്കിൽ യേശുവിന് വേണ്ടിയിട്ട് നമ്മൾ എല്ലാം വിട്ടേച്ച് പോകുക എന്ന് പറയുന്നതിന് വലിയൊരു മണ്ടത്തരമല്ലല്ലോ. ഞാനതെല്ലാം മേടിച്ച് വായിക്കുവാണ് ഞങ്ങളുടെ പോക്കറ്റ് മണി ഉപയോഗിച്ച്. ഇറ്റ് വാസ് കൺഫ്യൂസിങ് മീ. ആദ്യമൊക്കെ കൺഫ്യൂസിങ് ആയിരുന്നു. ഈ ചരിത്രത്തിലെ യേശുവും വിശ്വാസത്തിലെ യേശുവും തമ്മിലുള്ള വ്യത്യാസവും അങ്ങനെയുള്ള ഇഷ്യൂ ഒക്കെ ഒരു 10 പുസ്തകങ്ങളോളം എല്ലാ മാസവും ഇങ്ങനെ വരുമായിരുന്നു. ഒരു ഡൽഹിയിലുള്ള എത്തീസ്റ്റ് ബുക്ക് ക്ലബ്ബിൽ ഞാൻ ചേർന്നായിരുന്നു, ജസ്റ്റ് ടു നോ വാട്ട് ഈസ് ഇറ്റ്. അതെന്നെ ഒത്തിരി വളർത്തി കേട്ടോ. എന്നെ അച്ഛന്മാരുടെ അക്കമ്പനിമെൻറ്റിലെ അനുധാവനം കൂടെ
അതിലൊന്ന് സ്പർശിച്ചത്, ഞാൻ അകത്ത് നിൽക്കുന്ന ആളാണ്, ഇവിടുത്തെ ഒരു വൈദികനാകാനായിട്ട് ഒരു സന്യാസിയാകാനായിട്ടുള്ള രൂപീകരണത്തിൻ്റെ. പുറത്ത് നിന്ന് ഇവരെല്ലാം ഇത് പറയുന്നുണ്ട്. അവർ പറയുന്ന എങ്ങനെ ഇവന്മാർ ഈ മാർക്സിസ്റ്റ് രീതി നോക്കുവാണെങ്കിൽ ഈ മതം എന്ന് പറയുന്ന ഒരു കറുപ്പാണ്, മറ്റുള്ളവരുടെ പൈസ പിഴിഞ്ഞ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമാണെന്നൊക്കെ. അകത്തൊരിക്കലും ഒരച്ഛനും എന്നെ പഠിപ്പിച്ചിട്ടില്ല നിങ്ങൾ മറ്റൊരാളെ ചൂഷണം ചെയ്യണം. നമ്മളെ പഠിപ്പിക്കുന്ന മുഴുവൻ നിങ്ങളുടെ ജീവൻ കൊടുക്കണം, നമ്മൾ ദൂരെ പോകണം, പാവങ്ങളെ സ്നേഹിക്കണം. അപ്പോൾ ഇവിടെ നിന്ന് പറഞ്ഞും പഠിപ്പിക്കുന്നതും മറ്റുള്ളവർ നമ്മളെപ്പറ്റി പറയുന്ന തമ്മിൽ ഒത്തിരി അന്തരമുണ്ട്. പിന്നെ അവരെല്ലാം പറയുന്നത്, ചിലർ ഇന്ന ബിഷപ്പ് ഒരാളുടെ കൂട്ടത്തിൽ പോയി വേറെ അച്ഛൻ ഇത് കാണിച്ചു എന്ന് പറഞ്ഞാൽ ചില ആൾക്കാരുടെ പാകപ്പഴകൾ ഉയർത്തി കാണിച്ച് ഇങ്ങനെയാണ്. പക്ഷേ ഞാൻ എത്രയോ നല്ല അച്ഛന്മാരെ കണ്ടിട്ടുണ്ട്, അതുപോലെ തന്നെ വിശുദ്ധ സഭയിൽ. അപ്പോൾ ഇതിൻ്റെ അകത്തൊരു വലിയ അന്തരം, അകത്തിരിക്കുന്ന ഞാൻ കാണുന്നതും പുറത്തുനിന്ന് അവർ വിശദീകരിക്കുന്ന നമ്മളുടെ അന്തരം. അവസാനം ഞാൻ പറഞ്ഞു എൻ്റെ പോക്കറ്റ് മണിയും പോകുന്നു, കാരണം പലതും സാക്രിഫൈസ് ചെയ്തിട്ടാണ് ഈ ഇതിന് വേണ്ടിയിട്ട് പൈസ മുടക്കേണ്ടത്. അത് ഞാൻ നിർത്തി, പക്ഷെ അതെന്നെ വളർത്തി. ഇതുപോലെ ഓരോ ഘട്ടങ്ങളിലും ഇതുപോലെ പിന്നെ വൈകാരികമായിട്ടുള്ള പ്രശ്നങ്ങൾ, ചിലപ്പോൾ ചിലർ ആദ്യമായിട്ട് പറയും നിങ്ങൾ എത്രയോ യു ആർ വെരി ഹാൻസം, എന്നാൽ അച്ഛൻ നന്നായിട്ട് സംസാരിക്കുന്നു. പ്രത്യേകിച്ച് സ്ത്രീകളുടെ പെൺകുട്ടികളുടെ ഭാഗത്തു നിന്ന് ഇങ്ങനെ അപ്രീസിയേഷൻ വരുമ്പോഴത്തേക്കും സംതിങ് ഈസ് ഓൾസോ ഹാപ്പനിങ്. അപ്പോൾ അതിനെ അനുധാവനം ചെയ്യാനായിട്ട് എനിക്ക് ഒത്തിരി സഹായം കിട്ടി, പ്രത്യേകിച്ച് നമ്മുടെ സ്പിരിച്വൽ ഫാദേഴ്സും. അത് കഴിഞ്ഞ് പിന്നെ എൻ്റെ പഠനം എന്നെ ഒത്തിരി സഹായിച്ചു. അത് ഒരുപക്ഷെ ദൈവം എന്നെ ഒരുക്കിയത് ഈ വൈദിക പരിശീലനത്തിനും എൻ്റെ തന്നെ യാത്ര മറ്റുള്ളവരെ അനുധാവനം ചെയ്യാനായിട്ട് സഹായിച്ചു. അങ്ങനെ എൻ്റെ ദൈവവിളി എന്ന് പറയുന്നത് ദൈവം തന്നൊരു സമ്മാനം, ഞാൻ അറിയാതെ അതിൻ്റെ മനോഹരത അറിയാതെ അവസാനം സെമിനാരിയിലെ എൻ്റെ യാത്രയിലൂടെ കണ്ടുപിടിച്ചതാണ്. ആൻഡ് ഐ തിങ്ക് ഇറ്റ്സ് ബ്യൂട്ടിഫുൾ, ഇറ്റ്സ് വർത്ത്. അച്ഛനത് പറയുമ്പോൾ ഭയങ്കര നമ്മുടെ ഹൃദയം ശരിക്കും ഒരു ഭയങ്കര ഹൃദയസ്പർശിയാണ്. കാരണം ജീവിത അനുഭവങ്ങളായതുകൊണ്ട് തന്നെ ഭയങ്കരമായ നമ്മൾ ടച്ച് ചെയ്യുന്ന കാര്യങ്ങൾ അച്ഛൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അച്ഛൻ ഏറെക്കാലം പ്രത്യേകിച്ച് റോമിൽ ക്ലിനിക്കൽ സൈക്കോളജിയും സിസ്റ്റമാറ്റിക് തിയോളജി ഉപരിപഠനം നടത്തിയല്ലോ. ഒപ്പം ഫോർമേഷനുമായി ബന്ധപ്പെട്ട് വൈദിക വിദ്യാർത്ഥികളുടെ പരിശീലനവുമായി ബന്ധപ്പെട്ട് കുറേ വർഷങ്ങൾ ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അനുഭവ പരിചയത്തിൽ നിന്നും ഭൗതികമായ അറിവിൽ നിന്നും എങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൻ്റെ മാറ്റം കുടുംബങ്ങളിലും യുവജനങ്ങളുടെ സ്വഭാവത്തിലും വരുത്തിയിരിക്കുന്ന മാറ്റം എങ്ങനെയാണ്, ഫോർമേഷനുമായി ബന്ധപ്പെട്ട് അച്ഛന് അതിനെക്കുറിച്ചുള്ള അനുഭവങ്ങളൊന്ന് പറയാമോ? എൻ്റെ ജീവിതത്തിലെ പ്രവർത്തന ജീവിതത്തിൻ്റെ നല്ല ശതമാനവും ഈ ഫോർമേഷനുമായിട്ടുള്ള വൈദിക പരിശീലനവും പിന്നെ പരിശീലിപ്പിക്കുന്നവരുടെ പരിശീലനവും ഒക്കെ ആയിട്ടാണ് ചെലവഴിച്ചിട്ടുള്ളത്. അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ചില ബോധ്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഒന്ന്, ദൈവവിളി എന്നുള്ളത് ഒരു സത്യമാണ്, ദൈവം വിളിക്കുന്നു എന്നുള്ളത്. ആ ദൈവം ഇങ്ങനെ ഒരു ജീവിതത്തിലേക്ക് വിളിക്കാത്തവർ എന്ത് ഫോഴ്സ് ചെയ്താലും പറ്റത്തില്ല. അങ്ങനെയുള്ളപ്പോഴാണ് നമ്മൾ ഇതിനെ വിവേചിച്ചറിയാനോ രണ്ട് കാര്യങ്ങൾ ഇതിൽ പ്രധാനപ്പെട്ട. ഒന്ന് വിവേചനം, ഡിസൈൻമെൻറ്റ്. സെക്കൻഡ്ലി അനുധാവനം, അക്കമ്പനിമെൻറ്റ്. ഈ അക്കമ്പനിമെൻറ്റിൽ സാധാരണ നമുക്ക് മനസ്സിലാവും ഇത് എനിക്ക് വേണ്ടിയിട്ടുള്ളതല്ല, അല്ലെങ്കിൽ രൂപീകരിക്കുന്നവർക്കറിയാം, അങ്ങനെ അവരെ സഹായിക്കുക എന്നുള്ള ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതൊരു വലിയ ഫാക്ടറാണ്. ഈ ദൈവവിളി എന്നുള്ളത് ഈ ഒരു മാല കോർക്കുന്നിടത്തെ ആ ഒരു ചരട് പോലെയാണ്. അതാണ് എല്ലാത്തിനെയും കണക്ട് ചെയ്യുന്നത് അവസാനം വരെ. അതിലാണ് മറ്റെല്ലാം മനോഹരമായിട്ട് നമ്മുടെ പേഴ്സണാലിറ്റിയും ഇതെല്ലാം വരുന്നത്. അതുകൊണ്ട് അതിന് പ്രാധാന്യം കൊടുക്കണം. ആ വിളി എന്ന് പറയുന്നിടത്ത് രണ്ട് ആൾക്കാരുണ്ട്. ഒന്ന് വിളിക്കുന്നയാളും വിളിക്ക് മറുപടി കൊടുക്കുന്നയാളും. ഈ വിളിക്കുന്നയാളാണ് ദൈവം, പരിശുദ്ധാത്മാവ്. ആ വിളിക്കുന്നയാൾ നയിക്കുകയും കൂടി ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും മറന്നു പോകുന്ന ഒരു സംഗതിയുണ്ട്. ദൈവവിളി എന്ന് പറയുന്ന ഒരു സ്റ്റാറ്റിക് ഇനി കിട്ടിയിരിക്കുന്നതാണ്. അതുകൊണ്ട് അത് കിട്ടിയിരിക്കുന്നതാണ്. ആ കിട്ടിയതിനെ ജീവിക്കാനായിട്ട് ആ തന്നയാൾ നമ്മളെ സഹായിക്കും. ദ വൺ ഹു ഗീവ്സ് കോൾഡ് ഹി ഓൾസോ അക്കമ്പനീസ്. അതുകൊണ്ടാണ് എനിക്ക് നമ്മുടെ മെത്രന്മാരാകുമ്പോഴോ നമ്മളൊക്കെ വൈദികരാകുമ്പോഴും ഒക്കെ ഉള്ളത് നമ്മളിൽ ദൈവം ആരംഭിച്ചതിനെ പൂർത്തീകരിക്കാനായിട്ട് സഹായിക്കുമെന്ന് പറയുന്നത്. രണ്ടാമതൊന്ന്, ഈ പ്രതികരിക്കുന്നയാൾ, ആ പ്രതികരിക്കുന്ന സ്വാതന്ത്ര്യത്തോടു കൂടിയാണ്. അതുകൊണ്ടാണ് ദൈവവിളി ഉണ്ടെങ്കിൽ പോലും നമ്മൾ വേറൊരു രീതി പോവാണ്. നമ്മൾ വേറൊരു ജീവിതത്തിലേക്ക് പോവുകയാണെങ്കിൽ ദൈവം ഉടനെ തീ വരുത്തി അയാളെ കത്തിച്ച് കളയൊന്നുമില്ല. ഇറ്റ്സ് എ ഫ്രീ റെസ്പോൺസ്. അപ്പോൾ ആ ഫ്രീ റെസ്പോൺസിന് വേണ്ടിയിട്ട് മച്യൂരിറ്റി വേണം.
വളർന്ന വ്യക്തിത്വം വേണം. ഈ തുറന്ന മനസ്സോടെ തിരിച്ച് പ്രത്യുത്തരം നൽകാനുള്ള കഴിവ് ഇല്ലെന്ന് പറയാനും ഉണ്ടെന്ന് പറയാനും. ഇപ്പോൾ ആ റിച്ച് യങ് മാനോ ധനികനായ ചെറുപ്പക്കാരൻ വന്നു, ഈശോ വിളിച്ചു, പുള്ളി പറഞ്ഞു പറ്റിയാലെന്ന് പറഞ്ഞു, പുള്ളി പോയി. ഉടനെ ഈശോ ഉടനെ അയാളെ പിടിച്ചു, അയാളൊന്നും ചെയ്തില്ലല്ലേ, സ്വാതന്ത്ര്യമാണ്. ഒരുപക്ഷെ നല്ല മനുഷ്യനായിട്ട് ആ മനുഷ്യൻ മരിച്ചു കാണും. ഒരു പരിസയനായിട്ടോ കച്ചവടക്കാരനായിട്ടോ ഒക്കെ ആയിട്ട്. സോ ദാറ്റ് ഈസ് ദെയർ. അപ്പം നമ്മൾ സഹായിക്കുന്ന ഇതിനാണ് ഈ വ്യക്തിത്വത്തെ സ്വതന്ത്രമായിട്ട് പ്രത്യുത്തരം നൽകുവാനും. ഒരിക്കൽ ഒരു പ്രത്യുത്തരം, ഒരു വ്യക്തി മച്ചുവറായി കഴിഞ്ഞാൽ ചില തീരുമാനങ്ങൾക്കൊക്കെ ഒരു ശാശ്വതത ഉണ്ട്. അതുകൊണ്ടാണല്ലോ വിവാഹമാണേലും ഇപ്പോൾ പക്വതയെത്തിയ വ്യക്തികൾ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ അതെന്നും നിലനിൽക്കുന്നു എന്ന് പറയുന്നത്. അപ്പോൾ ഈ ദൈവവിളി എന്ന് പറയുന്നത് ഈ നമ്മൾക്ക് തന്നെ പല വശങ്ങളുണ്ട്. ഒന്ന് നമ്മുടെ വൈകാരിക ഫലമുണ്ട്. നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പ്രൊഫഷന് പോയാലോ ഓർഡിനേഷൻ പോയപ്പോൾ നമ്മൾ ഒത്തിരി ഇഷ്ടപ്പെട്ടു ഉടനെ ഞാൻ പോയേക്കാമെന്ന് വിചാരിക്കുന്ന ഒരു വൈകാരികതാണ്. അത് ചിലപ്പോൾ ചിലരുണ്ടല്ലോ മാനസാന്തരപ്പെട്ട ഉടനെ അച്ഛൻ സെമിനാരിൽ പോയി 2-3 മാസം കഴിയുമ്പോൾ തിരിച്ചു വരുന്നവരുണ്ട്. അപ്പോൾ വികാരങ്ങൾ വരുകയും പോവുകയും ചെയ്യുന്നതിനനുസരിച്ച് അതിന് അടിയിൽ ആഴമായ ഒരു വ്യക്തിയുണ്ട്. ആ വ്യക്തിയാണ് ദ സെൽഫ്. നമ്മുടെ റെസ്പോൺസ് അതിൽ നിന്ന് വരുമ്പോഴാണ് ശാശ്വതമുള്ളത്, സ്നേഹത്തിൽ നിന്നുള്ളതാണെങ്കിൽ. അപ്പോൾ എന്ത് വന്നാലും സഹനം കഷ്ടപ്പാട് വന്നാലും ഇതാണ് എൻ്റെ പ്രത്യേകത, എന്നെ നീ വിളിച്ചിരിക്കുന്നു, ഞാനതിന് പ്രത്യേകം നൽകും. പിന്നെയുള്ളൊരു യാത്രയുണ്ട്. ആ യാത്രയിലാണ് നമ്മൾ ഒത്തിരി സഹായങ്ങൾ നൽകുന്നത്. ഇതിൻ്റെ അകത്ത് ഈ ചേഞ്ച് എന്താണ്? അപ്പോൾ ഈ വൊക്കേഷൻ എന്നുള്ളതിൻ്റെ കോർ ഫാക്ടറല്ലേ, അതിന് ചേഞ്ച് ഇന്നലെ ഇന്നൊന്നുമില്ല. നമ്മൾ ശിഷ്യന്മാരെ ഈശോ വിളിച്ചതും ഇന്നലെ നമ്മൾ ചേർന്നതും അല്ലെങ്കിൽ ഇന്ന് ചേരുന്ന ചെറുപ്പക്കാരൻ തമ്മിൽ അതിൻ്റെ ഘടനയ്ക്ക് വ്യത്യാസമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇതിനെ സഹായിക്കുന്ന മറ്റ് വ്യക്തികൾ, ഒന്ന് അതിൻ്റെ പരിശീലകർ, അവരുടെ വ്യക്തിത്വമാണ്. അത് ഒരുപക്ഷെ ഒരു ബുൾഡോസ് ചെയ്തുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് പേടിപ്പിച്ച് അവരുടെ വ്യക്തിത്വ രൂപകരണം ചെയ്യാം, ഡയലോജിക്കൽ ഫെസിലിറ്റേറ്ററായിട്ട് ചെയ്യാം. അപ്പോൾ അതനുസരിച്ച് ഈ സ്വാതന്ത്ര്യബോധം കൂടും, അല്ലെ പേടി തോന്നും. പേടിച്ചിട്ടൊന്നും നമുക്ക് ജീവിക്കാൻ പറ്റില്ല. ചില സെമിനാരികൾ ചില സ്ഥലങ്ങളൊക്കെ ഒരുമാതിരി ഒരു ബിഷപ്പ് അല്ലെ സുപ്പീരിയൻസും ഈ മാൻപേട വിറയ്ക്കുന്ന മാതിരി പേടിച്ചുള്ള എനിക്ക് ഒത്തിരി സങ്കടമായിരുന്നു. പക്ഷേ ഞങ്ങൾ പലപ്പോഴും സെമിനാരിൽ പോകുമ്പോൾ എന്നോട് തന്നെ ഹൗ ആർ യു ഫാദർ മാത്യു എന്ന് പറഞ്ഞ് തോളെ തട്ടുന്ന പിള്ളേരുണ്ട്. നമ്മൾ പേടി കൂടാതെ നമ്മളുടെ വൊക്കേഷനെ പ്രതികരിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകണം. അപ്പോൾ അതിൻ്റെ ആ വ്യക്തി ഇമ്പോർട്ടൻ്റ് ആണ്, അക്കമ്പനി ചെയ്യുന്ന വ്യക്തി. ആ വ്യക്തിയുടെ ബോധ്യവും ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്കൊരാളെയും നമ്മളിൽ കവിഞ്ഞൊരു സ്ഥലത്തേക്ക് നയിക്കാൻ പറ്റത്തില്ല, അല്ലേ? നടന്ന ആ വഴിയിലൂടെ വളർത്താൻ പറ്റില്ല. അതുകൊണ്ടൊരു നമ്മളുടെ ജീവിതത്തിന് ഇൻ്റഗ്രേഷൻ വന്നിട്ടില്ല എങ്കിലും പരിശീലകർ അതുപോലെ മറ്റച്ഛന്മാരും അത് ഉണ്ടാക്കുന്ന ഒരു എൻവയോൺമെൻറ്റ്, അതിന് വ്യത്യാസം വന്നില്ലെങ്കിലും പാടാണ്. ദൈവത്തിന് എപ്പോഴും അത്ഭുതങ്ങൾ പ്രവർത്തിക്കാം, ഓരോരുത്തരും അവരവരുടേതായ തനതായ രീതിയിലാണ്. അപ്പോൾ ഈ യാത്രയിൽ അനുധാവനം ഇമ്പോർട്ടൻ്റ് ആണ്, എൻവയോൺമെൻറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, സാമൂഹിക സ്ഥിതി. ഇതിൻ്റെ അകത്ത് സാമൂഹിക സ്ഥിതി ഒത്തിരി മാറിപ്പോയിട്ടുണ്ട്. നമ്മളുടെ ഫാമിലി ഉദാഹരണത്തിന് 5-6 പേരിലോട്ട് വളരുന്ന ഒരാൾ ഓൾറെഡി ഒരു ഗ്രൂപ്പ് ഫോർമേഷൻ ഉണ്ട്. ഒരേ ഒരാളൊരു കൊച്ച് ഞാൻ എന്ന് പറയുന്ന ഒരു ഒത്തിരി സ്വാർത്ഥിക ലോകത്തിൽ എല്ലാം കൊടുത്ത് വളർത്തുന്ന ഒരു കൊച്ചിന് ഇതെല്ലാം വിട്ടിട്ട് കൊടുക്കാനായിട്ട് ബുദ്ധിമുട്ട് കാണും. അപ്പോൾ അതെല്ലാം ഒരു ഫാക്ടറാണ്. പിന്നെ വിശ്വാസ രൂപീകരണം, എന്നും അച്ഛന്മാരെ പറ്റി മോശമായിട്ട് കേൾക്കുന്ന ഒരു കുടുംബവും അല്ലെങ്കിൽ സഭയെപ്പറ്റിയും അച്ഛന്മാരെ പറ്റിയൊക്കെ നന്നായിട്ട് സംസാരിക്കുന്നിടത്തുനിന്ന് കേൾക്കുന്ന നമ്മുടെയൊക്കെ ഒരു ബാക്ക്ഗ്രൗണ്ട് മെമ്മറി ഉണ്ട്, അത് സപ്പോർട്ട് ചെയ്യും. അതുപോലെ നമ്മൾ പലരും തന്നെ എൻ്റെയൊക്കെ ജീവിതത്തിലാണെങ്കിൽ തന്നെ ലൈംഗിക കാര്യങ്ങൾ അതുപോലെ പടങ്ങൾ ചിത്രങ്ങളൊന്നും അന്ന് അവൈലബിളും അല്ല. ഒരു പൊതുവെ ആ ലോകത്തിൽ നിന്ന് ചിലർ ഈ സെമിനാരിക്ക് പോകുന്നവരാണ്, നീ ഒന്നും വേണ്ടെന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്ന ഒരു സാഹചര്യമുണ്ട്. അതേസമയം ഒത്തിരി എക്സ്പോസ്ഡ് ആണെങ്കിൽ പ്രീമെച്യൂറായിട്ട് അന്നേരം അവരുടെ മനസ്സിൽ ഇമേജുകളല്ലേ, അതൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതാകാം, സപ്പോർട്ട് ചെയ്യാത്തതാകാം. അപ്പം നല്ല പുസ്തകങ്ങൾ വായിക്കുന്നു, നല്ല സിനിമകൾ കാണുന്നു. ഞാൻ ഓർക്കുന്നു മരിയാപുരത്തി എന്നുള്ള സിനിമ നാട്ടിൽ കൊണ്ടുപോയി പല പ്രാവശ്യം അത് പൊട്ടിപ്പോയിട്ട് പിന്നെയും ചേർത്ത് വെച്ച് ഇങ്ങനെ എന്നാലും ക്ഷമയോടെ 2-3 മണിക്കൂറൊക്കെ ഇരുന്ന് കണ്ട് അങ്ങനെ പോയിട്ടുള്ള കാലഘട്ടങ്ങളുണ്ടല്ലോ. അപ്പോൾ ആ സാമൂഹിക സ്ഥിതി മാറിപ്പോയിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ട് വൊക്കേഷൻ മാറുന്നൊന്നുമില്ല. അപ്പം നമ്മളതനുസരിച്ച് നമ്മളതിനെ മാറ്റുകയും ചെയ്യണം. ഇന്നിൻ്റെ ഒരു നന്മയെന്ന് പറയുന്നത് ഇതിനെല്ലാം ഇടയ്ക്കൂടെ നിന്നുകൊണ്ട് യേശോ
യാഥാർത്ഥ്യമാണ്, ദൈവവിളിയുണ്ട്, അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് കൊടുക്കുന്നതിലുള്ള ആനന്ദം, ജീവിതം പങ്കുവയ്ക്കുന്നുള്ള ആനന്ദമൊക്കെ ഇതിൻ്റെ ഇന്നത്തെ കുറേ കൂടെ ആഴമായിട്ട് എനിക്ക് തോന്നുന്നത് ജീവിക്കാമെന്നാണ്. അതിൽ ഈ സ്ട്രക്ചർ ഇമ്പോർട്ടൻ്റ് ആണ്. എങ്ങനെ അതിനെ ഉപയോഗിക്കും. ഇവിടെയാണ് സെമിനാരി ഫോർമേഷൻ. അക്കാഡമി സെൻറ്റേർഡ് ആയിട്ടുള്ള ഫോർമേഷനാകാം. അപ്പോഴാണ് ഈ സെമിനാരിയുടെ വളർച്ചയുടെ പോക്കിൽ ആദ്യകാലത്തെ അച്ഛന്മാർ നമ്മൾ പറയും വിശുദ്ധരായിരുന്നു, ഒത്തിരി അച്ഛന്മാർ വിശുദ്ധരായിരുന്നു, ഒത്തിരി പോക്കറികളുമായിരുന്നു. ഈ റിഫർമേഷൻ വന്നപ്പോഴത്തേക്കും ഭൗതികമായിട്ടൊന്നും തിരിച്ചു പറയാൻ പറ്റാതെ വന്നു. ബൈബിൾ വായിച്ചിട്ടില്ല, പോലെ കൂദാശയെ പറ്റി ക്വസ്റ്റ്യൻ ചെയ്തപ്പോഴത്തേക്കും വിശുദ്ധ ഖുർആനെ പറയാൻ പറ്റത്തില്ല. അന്നേരമാണ് സഭ കണ്ണു തുറന്നത്. വെറുതെ കുറേ അച്ഛന്മാരുടെ കീഴിൽ മാത്രം വെക്കാതെ നമുക്ക് രൂപീകരിക്കണം ഒരു ഘടനാപരമായിട്ട് രൂപീകരിക്കണം എന്നുള്ള ഒരു ട്രെൻഡ് സൂനകദോസാണ് സിസ്റ്റമാറ്റിക് സെമിനാരി ഫോർമേഷൻ കൊണ്ടുവരുന്നത്. അതുകൊണ്ട് നമ്മൾ മോറൽ തിയോളജി അങ്ങനെ പല സബ്ജക്റ്റുകളും ഒക്കെ ഉണ്ട്, ഇപ്പോഴും അത് തുടരുന്നു. അത് കഴിഞ്ഞ് വന്ന ഒരു വളർച്ച എന്ന് പറയുന്നത് പാസ്റ്ററൽ ആ ഒരു കണക്ഷൻ അത് കൂടുതൽ കൊണ്ടുവന്ന എനിക്ക് തോന്നുന്നത് ലിബറേഷൻ തിയോളജിയൊക്കെ വന്നപ്പോഴത്തേക്കാണ്. സോ ഇറ്റ്സ് നോട്ട് ഓർത്തഡോക്സി, ഓർത്തോപ്രാക്സിസ്. ആ പ്രാക്സിസ് അതുകൊണ്ട് പാവങ്ങളുടെ ഇടയ്ക്ക് പോകുന്നു. വി ഷുഡ് ബി ഓൾറെഡി ഇൻവോൾവ് ഇൻ സോഷ്യൽ ഫാക്ടേഴ്സ് എക്സെട്ര. അത് കുറേ വന്നു. ഇത് വന്നപ്പോഴത്തേക്കും വേറൊരു സംഗതി ഒത്തിരി വീക്കായിട്ട് പോയതാണ് അഫക്റ്റീവ്. അവിടെയാണ് ചിലർക്ക് താളപ്പഴകളൊക്കെ വരുന്നത്. സെമിനാരിൽ മാത്രം ഒതുങ്ങി നിൽക്കുകയും ഒത്തിരി കോണ്ടാക്റ്റ് വരുമ്പോഴത്തേക്കും പലർക്കും പിടിച്ചു നിൽക്കാൻ മേലാതെ, പ്രത്യേകിച്ച് ഈ ബ്രോക്കൺ ഫാമിലീസിനും ബുദ്ധിമുട്ടുള്ള ഫാമിലികളിൽ നിന്ന് ഒത്തിരി അഫക്റ്റീവ് പ്രോബ്ലംസ് ആയിട്ട് വന്നവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാതെ പല വീഴ്ചകളും മറ്റുണ്ട്. ഇന്നിപ്പം ഈ മോശമായ വൈദിക പ്രവണതകളും ഒക്കെ പറയുന്നതിൻ്റെ എല്ലാം തന്നെ 70കളിലായിരുന്നു. ഈ 70കൾ എന്ന് പറയുന്ന ഈ പ്രത്യേകിച്ച് വെസ്റ്റിൽ ഒരു സെക്ഷൽ റെവല്യൂഷൻ നടന്നൊരു കാലമായിരുന്നു. ആ ഒരു വിക്ടോറിയൻ എല്ലാം അടിച്ചമർത്തപ്പെട്ടിരുന്ന ഒരു ലോകം പൊട്ടി അങ്ങ് പുറപ്പെട്ടപ്പോഴത്തേക്കും സെക്സൊക്കെ ഒരു ഇൻ്റർടൈനായി. സി ദർ വാസ് എ ഡിഫറെൻറ്റ് വേൾഡ്. ഒത്തിരി പേർക്കും പാളിച്ചകൾ പറ്റിയത് ഇങ്ങനെ ഒരു ലോകത്തെ അഭിമുഖീകരിക്കാനായിട്ട് ഉള്ള ട്രെയിനിങ് ഇല്ലായിരുന്നു. നമ്മൾ പ്രാർത്ഥനയും ഭക്തിയാവുമായിട്ട് അകത്ത് തന്നെ ഇരിക്കുമായിരുന്നല്ലോ. അപ്പോൾ ഈ മൂന്നാമത്തെ ഒരു ഘട്ടം വന്നത് ഓർത്തോപാതി എന്ന് പറയാം. ഓർത്തോപാതി നമ്മുടെ വികാരങ്ങളെയല്ല, നമ്മുടെ ആന്തരിക ലോകത്തെ നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്യണം. അവിടെയാണ് സൈക്കോളജിയുടെ സപ്പോർട്ട് വന്നത്. അപ്പോൾ സാധാരണ ഏതെങ്കിലും ഒന്ന് വരുമ്പോഴത്തേക്ക് അതങ്ങോട്ട് ഹൈലൈറ്റ് ചെയ്യും. ഇപ്പോൾ സൈക്കോളജിസം ആകാം, ആക്ടിവിസം ആകാം, ഓർത്തഡോക്സിയുടെ ഡോഗ്മാറ്റിസം ആകാം. ഈ ഇസങ്ങൾ ഇറ്റ് ഈസ് എ ബാലൻസ് ഇല്ലാത്ത ഒരെണ്ണമാണ്. അത് ഫോർമേഷനും പറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇന്നത്തെ ഒന്ന് ഇറ്റ് ഈസ് ടു ഇൻ്റഗ്രേറ്റ് എവറിത്തിങ്. അപ്പം നമ്മൾ പറയും ഓക്കെ ഹോളിനെസ് വേണമെന്ന് പറയാം. ശരി, തീർച്ചയായിട്ടും യേശുവായിട്ടുള്ള ബന്ധമാണ് ഇതിൻ്റെ ആദ്യത്തെ കോഡ് എന്ന് പറയുന്നത്. അവിടെയാണ് ഹോളിനെസ്. ഈ ഹോളിനെസ് ഒരു ക്ലാസ് കൊടുത്തുകൊണ്ടോ അല്ലെങ്കിൽ ഒന്നും കൂടെ ആഡ് ചെയ്തുകൊണ്ടോ വരുന്നതല്ല. അവിടെയാണ് ഞാൻ കാണുന്ന ഒരു പാരഡൈം ഷിഫ്റ്റ് നമുക്ക് ആവശ്യമാണ്. ആ പാരഡൈം ഷിഫ്റ്റ് എന്ത് പഠിക്കുന്നു എന്നുള്ളതിനെക്കഴിഞ്ഞും എങ്ങനെ പഠിക്കുന്ന സബ്ജക്റ്റിനെ എങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇറ്റ്സ് നോട്ട് ജസ്റ്റ് വാട്ട് വി ഡു, വാട്ട് വി സ്റ്റഡി, വാട്ട് ഡു വി ഡു വിത്ത് ദ പ്രോഗ്രാംസ്. അപ്പം പ്രോഗ്രാംസ് ആഡ് ചെയ്തവനെ നന്നാക്കാൻ പോകുന്നതിനെ കഴിഞ്ഞും ഈ ഇൻറ്റീരിയർ ട്രാൻസ്ഫർമേഷൻ. അതുകൊണ്ടാണ് ഫോർമേഷൻ ഈസ് ഫോർ ട്രാൻസ്ഫർമേഷൻ, ഒരു രൂപാന്തരീകരണം. അപ്പോൾ ഒരു രീതി തമാശ സെമിനാറിലാണ് ഏറ്റവും കൂടുതൽ പ്രാർത്ഥന. വൈദികനായി കഴിയുമ്പോൾ നമ്മൾ ഇത്രയും നാളും ജീവിതത്തിൽ ആവശ്യമുള്ളതെല്ലാം പ്രാർത്ഥിക്കുകയും പഠിക്കുകയും ചെയ്തു. പിന്നെ പുസ്തകം തുറക്കത്തില്ല, അല്ലെങ്കിൽ പ്രാർത്ഥിക്കുകയില്ല എന്ന് പറയുമ്പോഴത്തേക്കും എവിടെയാണ് ഫോർമേഷൻ നടക്കുന്നത്? അപ്പം നമ്മൾ പടിപടിയായിട്ട് പോകുമ്പോഴത്തേക്കും പ്രായം കൂടുന്നതനുസരിച്ച് കൂടുതൽ ക്രിസ്തുവിനോട് ലൈക്ക്നെസ് ഓഫ് ക്രൈസ്റ്റ് വരേണ്ടതാണ്. അത് വരണമെങ്കിൽ ഈ പറയുന്ന ഒരു പ്രോസസ്സിംഗ് ഉണ്ട്. ഇതിനകത്ത് ഒരു പരിധി വരെ ഇനീഷ്യൽ ഫോർമേഷനോ നന്നായിട്ട് നടത്തുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. മോറലെസ് ഒരു വീക്ക്നെസ് വലിയ സെമിനാരികളിലുള്ളത് ക്രൗഡ് ഫോർമേഷൻ സംഭവിക്കുന്നുണ്ട്. ക്രൗഡ് ഫോർമേഷൻ ഈസ് നോട്ട് ഗുഡ് അറ്റ് ഓൾ. കാരണം ഓരോരുത്തരും ഇൻഡിവിജ്വൽ യുണീക്കായിട്ടാണ് വളരുന്നത് വ്യക്തിപരമായിട്ട്. അപ്പോൾ അവരുടെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ഈ ഫോർമേറ്റേഴ്സ് രൂപീകരിക്കുന്നവർക്ക് അറിയണമെങ്കിൽ അവരോട് സംവാദം വേണം. അവിടെയാണ് ഡിസൈൻമെൻറ്റ്, അക്കമ്പനിമെൻറ്റ്, അനുധാപനം ചെയ്യുകയൊക്കെ ചെയ്യേണ്ടത്. അത് പലപ്പോഴും കുറഞ്ഞു പോകുന്നതുകൊണ്ടാണ് വളരെ പ്രായത്തിൻ്റെ രീതിയിലാകാം, അല്ലാത്ത രീതിയിലാണെങ്കിലും സ്ട്രഗിൾ ചെയ്യുന്നത്. എൻ്റെ ജീവിതത്തിലാണ് ഞാൻ ഒത്തിരി പേരെ സഹായിച്ചിട്ടുണ്ട്. ചിലർക്കൊരു അവരുടെ പ്രായപൂർവ്വത്തിലുള്ള ഒരു ബുദ്ധിമുട്ടുകളായിരിക്കും. ചിലപ്പോൾ ലൈംഗികപരമായിട്ടായിരിക്കാം, ബൗദ്ധികമായിരിക്കും. ഞാൻ തന്നെ കടന്നു പോയിട്ടുള്ള പോലെ അവരെ ശ്രദ്ധിച്ച് അവർ തന്നെ അതിനെ
കൈകാര്യം ചെയ്യാൻ പഠിക്കുമ്പോൾ അവർ വളരും. നാളെ അങ്ങനെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അവരങ്ങോട്ട് ഡീൽ ചെയ്യും. പക്ഷേ ക്ലാസ് അറ്റൻഡ് ചെയ്യുകയും മാർക്ക് മേടിക്കുകയും മാത്രം ചെയ്യുമ്പോൾ അത് നടക്കാതെ പോകുന്നു. സോ അതൊരു ഒരു പ്രധാനപ്പെട്ട ഒരു ആസ്പെക്റ്റാണ് ഈ ഇൻഡിവിജ്വൽ. പിന്നെയുള്ളത് ആ ഒരു കുറവ് നീക്കി കഴിഞ്ഞാൽ സെമിനാരി ഫോർമേഷൻ പൊതുവേ നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു. പൊതുവെ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അവിടെ, ഒരു വിപ്ലവകരമായിട്ട് ഇപ്പോൾ തന്നെ ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ ഏറ്റവും അതിൽ കൂടുതൽ ആവശ്യം ഓർഡിനേഷൻ കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ഈ ഇനീഷ്യൽ ഫോർമേഷൻ കഴിഞ്ഞിട്ടാണ്. അവിടെയാണ് വാസ്തവത്തിൽ ഒത്തിരി യാഥാർത്ഥ്യങ്ങളെ നേരിടുന്നത്. അത് വിചാരിച്ചുകൊണ്ടുള്ള വഴക്കാകാം, അല്ലെങ്കിൽ ഒരു ചേർത്തി എപ്പോഴും വന്ന് സംസാരിക്കാൻ വരുന്നതാകാം, അല്ലെങ്കിൽ പൈസയുടെ തന്നെ ഡീലിങ്ങായിട്ടാകാം. ഒത്തിരി കാര്യങ്ങൾ. ചിലത് അത് സാഹചര്യത്തിൻ്റെ നിന്നുണ്ടാകുന്നതാകാം, ചിലത് പ്രായത്തിൻ്റെതാകാം. ആന്തരികമായിട്ട് ഓരോ ഘട്ടത്തിലുണ്ട്. അതിനെ അനുധാവനം ചെയ്യാൻ നമുക്ക് പ്രസ്ഥാനങ്ങൾ വളരെ കുറവാണ്. ഒരു ഓൺ ഗോയിങ് ഫോർമേഷൻ അല്ലേ? അപ്പോൾ ഫോർമേഷൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ അതൊരു സെമിനാരി എന്ന് പറയും. സെമിനാരി ഫോർമേഷൻ ഇസ് നോട്ട് ദാറ്റ്. ദ ഹോൾ പേഴ്സൺസ് കൺഫോമിറ്റി ഗ്രോത്ത് പ്രോസസ്സ് അത് തീരുന്നത് മരിച്ചു കഴിയുമ്പോഴാണ്. അതുകൊണ്ടാണല്ലോ മരിച്ചു കഴിഞ്ഞിട്ടാണെങ്കിൽ ഒരാൾ വിശുദ്ധനാണോ അല്ലയോ എന്ന് നമുക്ക് പറയാൻ പറ്റുന്നതാണ്. അത് ഇങ്ങനെ ഘട്ടമായിട്ട് തിരിച്ച് ഫോർമേഷൻ എന്ന് പറയുമ്പോൾ ഉടനെ സെമിനാരി, എന്തെങ്കിലും അച്ഛനെ പറ്റി കഴിഞ്ഞാൽ നിങ്ങൾ എന്താ സെമിനാരി ചെയ്യുന്നത്, ആരാണ് എൻ്റെ നോവിസ് മാസ്റ്റർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വി മിസ് ദ പോയിന്റ്. സോ ഐ തിങ്ക് വി നീഡ് എ പാരഡൈം ഷിഫ്റ്റ് ഇൻ ദ വേ വി സീ ഇറ്റ്. എന്നിട്ട് അവരെ അക്കമ്പനി ചെയ്യുക, അനുധാവനം ചെയ്യുക എന്നുള്ളതൊക്കെ. പിന്നെ ഇതിൽ ഒരാൾ സെമിനാരി ചേർന്ന് കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ഫാമിലിക്ക് ആവശ്യമാണ്, അല്ലെങ്കിൽ ഇടവയെ പറയുന്ന എങ്ങനെയാലും അവർ അച്ഛനാകുക എന്നുള്ളതിലുപരി ഈ കർത്താവിൻ്റെ വിളിയെ മനസ്സിലാക്കിയിട്ട് ഏത് വിളിയായാലും, ഇപ്പോൾ ചിലർ സന്യാസ വിളിയാണെങ്കിൽ അവരെ സഹായിക്കാതെ ഇപ്പം ഞങ്ങളുടെ കൂടെ തന്നെ ചിലരെ ഇടവക രൂപത ചേർന്നെങ്കിൽ ഞങ്ങൾ സഹായിക്കുന്നത്. ഇറ്റ് ജോയിൻ ദ സെമിനാരി, ഡൈസീഷ്യൻ സെമിനാരി. ഇതെല്ലാം കർത്താവിൻ്റെ അല്ലേ. രൂപത വൈദികനാണേലും സന്യാസ വൈദികനായാലും അപ്പോൾ അതിലേക്ക് എങ്ങനെ സഹായിക്കാം. കുടുംബജീവിതം ഇപ്പോൾ ചിലർക്ക് ആഗ്രഹം ഒത്തിരി ഉണ്ട്, പക്ഷേ ജീവിതത്തിൽ ഒത്തിരി ഇൻ്റഗ്രേഷൻ ഇല്ലാത്ത ഒരാൾ ഇതൊരു ഒരു പബ്ലിക് റെസ്പോൺസിബിലിറ്റി ആയതുകൊണ്ട് തുടരാതിരിക്കുന്നതായിരിക്കും നല്ലത്. അതുകൊണ്ട് അച്ഛന്മാരായ ചിലർ പോലും അവരുടെ ജീവിതത്തിൽ അവർക്ക് പിടിച്ച് നിൽക്കാൻ പറ്റില്ല എങ്കിൽ ഞാൻ സാധാരണ പറയുന്നത് വി വിൽ ഹെൽപ്പ് യു. അവർ ജീവിതം സെറ്റിൽ ചെയ്യുക, ജോലി സംഘടിപ്പിച്ച് തന്നെ ഇപ്പം ഒറ്റയ്ക്കാണോട് ചോദിച്ച് വെൻ ഇറ്റ് ഈസ് എ ക്ലാരിറ്റി ഇത് ആണോ ക്ലിയർ ആണെങ്കിൽ ഒരാൾ വീർപ്പ് മുട്ടി ജീവിക്കേണ്ട ഒന്നല്ല നമ്മുടെ സന്യാസ ജീവിതമോ വൈദിക ജീവിതമോ എന്ന് എനിക്ക് തോന്നി. ഈ ജോയിനോ ആനന്ദം അതാണ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ആന്തരികത, നോട്ട് പ്ലഷർ. അത് വേറൊരു കാര്യം എന്നെ സഹായിച്ചിട്ടുള്ളത്. നമ്മൾ ലോകം സന്തോഷത്തിന് വേണ്ടി വേട്ടയാടി നടക്കുകയാണ്. പക്ഷെ ഒത്തിരി കൺഫ്യൂസ്ഡാണ് ഈ സന്തോഷം എന്നൊക്കെ പറഞ്ഞത്. ചിലർക്ക് ഈ സന്തോഷം എന്ന് പറഞ്ഞാൽ സുഖജീവിതമാണ്, നല്ല വീട്, എയർ കണ്ടീഷൻ, ഒത്തിരി പൈസ ബാങ്കിൽ എന്നൊക്കെ പറയുന്നത്. അതിനോടുള്ള ഒരു വെല്ലുവിളിയാണ് വാസ്തവത്തിൽ സന്യാസ ജീവിതം. കാരണം അതല്ല വാസ്തവത്തിൽ ഈ സന്തോഷം എന്ന് പറയുന്നത്. സുഖം എന്ന് പറയുന്ന അതിലും ഇച്ചിരി ആഴമുള്ളതാണ് സന്തോഷം. അപ്പോൾ ഈ സന്തോഷം എന്ന് പറയുന്നത് നമ്മൾ സക്സസ്ഫുൾ ആവുന്നു, അച്ഛൻ നന്നായിട്ട് പ്രീച്ച് ചെയ്യുന്നു, എല്ലാവരും അറിയുന്നു എന്നൊക്കെ പറയുന്നത് ഒരു ഇറ്റ്സ് ഗുഡ്. അതൊരു ഈഗോ ബൂസ്റ്റിങ്ങുമായിട്ടുള്ളൊരു ഇതാണ് സക്സസ് ഇൻ ആക്ടിങ്. അതിലും ആഴമായ ഒന്നാണ് ആനന്ദം. ഈ ആനന്ദം എന്ന് പറയുന്നത് ഈ ദൈവവിളി ജീവിക്കുന്നതാണ്. ഏത് വിളിയാണെങ്കിലും ഒരു കുടുംബജീവിതത്തിൽ തന്നെ ബുദ്ധിമുട്ടിട്ടുണ്ടെങ്കിലും ഒരു ഭർത്താവ് ആ കുടുംബത്തിന് വേണ്ടി ജീവിക്കുന്നു, അതിനുവേണ്ടി പല സാക്രിഫൈസ് ചെയ്യുന്നതിൻ്റെ അകത്തൊരു ആനന്ദമുണ്ട്, കുടുംബജീവിതത്തിൻ്റെ ആനന്ദം. അതുപോലെ കുടുംബജീവിതത്തിൻ്റെ ഹോളിനെസ്, വിശുദ്ധി, നമ്മുടെ ജീവിതത്തിൻ്റെ ആനന്ദമുണ്ട്. ആ ആനന്ദം എപ്പോഴും നമ്മൾ എന്തായിരിക്കുന്നു അത് ജീവിക്കുമ്പോഴാണ്. നോട്ട് മണി ഓർ ഫെയിം. എത്രയോ അച്ഛന്മാർ ആരും അറിയപ്പെടാതെ ജീവിക്കുന്നവരുണ്ട് അല്ലേ, വിശുദ്ധരായ അച്ഛന്മാർ. അപ്പോൾ ഈ ആനന്ദമില്ലാതെ നമുക്ക് ജീവിക്കത്തില്ല. ആൻഡ് ഇറ്റ് ഈസ് എ പ്രസൻസ് ഓഫ് ഹോളി സ്പിരിറ്റ്. ഞാൻ മുമ്പേ പറഞ്ഞ പോലെ. പക്ഷേ ഇതിനോട് കണക്ട് ചെയ്ത ഒരു കാര്യം പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാൻ തോന്നുന്നു. അതായത് ഈ പ്രത്യേകിച്ച് നമ്മൾ കേരള സഭ, ഭാരത സഭ 100% പെർഫെക്റ്റായ അച്ഛന്മാരെ തന്നെ വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അച്ഛനാണോ ഞങ്ങൾക്ക് അതിനകത്ത് യാതൊരുവിധ ഒരു തെറ്റും അല്ലേ, മീൻസ് അത്രയും അങ്ങനെ പ്രാർത്ഥിക്കുന്നവരുണ്ട്. ചിലപ്പോൾ അതില്ലെങ്കിൽ ചെറിയ കാര്യം വിമർശിക്കുന്നവരുണ്ട്. പ്രത്യേകിച്ച് ആനുകാലിക വിഷയങ്ങൾ, പ്രശ്നങ്ങൾ നടക്കുമ്പോൾ എന്തൊരു മനോഭാവമാണ് ഒരു സഭാവിശ്വാസി ഒരു അച്ഛനെ ഇടവകയിലോ അല്ലെങ്കിൽ ഒരു സന്യാസ സമൂഹത്തിലോ പ്രവർത്തനമായിരിക്കുമ്പോൾ അച്ഛനെ എങ്ങനെ സപ്പോർട്ട് ചെയ്യണം,
അച്ഛൻ്റെ ഓരോ പ്രവർത്തനത്തിൽ എങ്ങനെ അതിനോട് കോംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റുമെന്നൊന്ന് പറഞ്ഞാൽ നല്ലതായിരിക്കും. വിശുദ്ധരായ വൈദികർക്ക് വേണ്ടി ഉണ്ടാകാനായിട്ട് ആഗ്രഹിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു ക്രിസ്തീയ സമൂഹത്തിൻ്റെ കടമയാണ്. അതുപോലെ തന്നെ വിശുദ്ധരായ വൈദികർ മാത്രമല്ല, നല്ല കുടുംബങ്ങളെയും ഉണ്ടാകാനുള്ള, അനുധാവനം ചെയ്യാനുള്ള കടമയും കൂടെയുണ്ട്, പ്രാർത്ഥിക്കുക മാത്രമല്ല. അതിലൊന്നാണ് ഈ കുറവുകളെയും കുറ്റങ്ങളെയും എങ്ങനെ നമ്മൾ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളത്. അതൊരു സമൂഹത്തിൻ്റെ ഒരു മച്യൂരിറ്റിയാണ്. അപ്പോൾ ഈ വൈദികർക്ക് മച്യൂരിറ്റി വേണമെന്ന് പറയുന്ന പോലെ തന്നെയാണ് വിശ്വാസ സമൂഹം ഒരു മച്യൂറായിട്ട് തന്നെ കാണണമെന്നുള്ളതല്ലേ? നമ്മുടെ മച്യൂരിറ്റി ഒരിക്കലും കളങ്കമില്ലാതെ ജീവിക്കുക എന്നുള്ളതല്ല, എങ്ങനെ നമ്മളുടെ കുറവുകളിലും കുറ്റങ്ങളിലൂടെ കാണുകയും വളരുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഉദാഹരണത്തിന് ഒരു മകൻ അവൻ്റെ അഡോളസെൻ്റ് പ്രായത്തിൽ അവൻ ചിലപ്പോൾ വീഡിയോ കളിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തു എന്ന് വിചാരിക്കുക, ഒരു ബിയർ കഴിക്കാൻ പോയി. അപ്പോൾ ബിയർ കഴിക്കാതെ ഒരിക്കലും ഒന്നും ചെയ്യാത്തൊരു മകനെ ഉണ്ടാകുന്ന ഒരു കുടുംബവും ഒരു ബിയർ കഴിച്ച് അതിലൂടെ വളർന്ന് അവനെ മനസ്സിലാക്കി ബോധ്യത്തോടെ വളരുന്ന ഒരു മകൻ തമ്മിൽ വ്യത്യാസമുണ്ട്, ക്വാളിറ്റേറ്റീവ് വ്യത്യാസമുണ്ട്. സമൂഹം വളരുന്ന അവരിലെ കുറ്റങ്ങളെയും കുറവുകളെയും എങ്ങനെ മച്യൂറായിട്ടണോ പക്വമായിട്ട് കൈകാര്യം ചെയ്യുന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഒരു കൊച്ചച്ഛനെ എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കാനുള്ള കടമ, എങ്ങനെ സഹായിക്കാം, ആ ഒരു കടമയും കൂടെ ഉണ്ട്. അതുപോലെ തന്നെ കൊച്ചച്ഛനും തൻ്റെ ജീവിതത്തിൽ വിളിക്കുള്ള പ്രത്യുത്തരം നൽകുക എന്നുള്ളത്, ഇതൊരു കൂട്ടായ്മയുണ്ട്. അതിലൊരു ബ്യൂട്ടിഫുൾ സംഗതി ഇപ്പം സഭയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സിനഡാലിറ്റി എന്ന് പറയുന്ന സംഗതിയാണ്. എൻ്റെ മലയാളത്തിൽ പറയുവാണെങ്കിൽ കൂട്ടായ്മകത എന്ന് വേണേൽ പറയുമായിരിക്കും. ഈ സഭയുടെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്ന പരിശുദ്ധാത്മാവും നമ്മളുമാണ്. ഈ നമ്മളെന്നുള്ളതിൻ്റെ അകത്ത് എല്ലാവരും ഉണ്ട്. അതിൻ്റെ അകത്ത് കൊളേജിയാലിറ്റി ഉണ്ട്. കൊളേജിയാലിറ്റി എന്ന് പറയാൻ എങ്ങനെ പറയുമായിരിക്കും, സഹപ്രവർത്തകത എന്ന് പറയുന്നത് മെത്രന്മാരുടെ ഇടയ്ക്ക്, ഈ വികാരി അച്ഛന്മാരുടെ ഇടയ്ക്ക് കൂട്ടായ്മ കുടുംബത്തിൻ്റെത്. അതുപോലെ തന്നെ പ്രാമാണികത, ഈ മാർപ്പാപ്പായുടെ പ്രൈമസി, അതുപോലെ ബിഷപ്പിൻ്റെ പ്രൈമസി, ഇതിനോട് എല്ലാത്തിലും ഒരു ഇത് വേണമല്ലോ. ജനറാളച്ചൻ ഫൈനലി തീരുമാനം എടുക്കണം, ജനറാളച്ചൻ വേണം. അപ്പം ഇങ്ങനെയുള്ള ഒരു സാഹചര്യമാണ്. നമ്മളുടെ സഭ പോകുന്ന ഒരു ഡെമോക്രാറ്റിക്കും അല്ല, ഓട്ടോക്രാറ്റിക്കും അല്ല, കരിസ്മാറ്റിക് എന്ന് വേണേൽ പറയാം. ഇതിനകത്ത് എലമെൻറ്റ്സ് പലതുമുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതലെന്ന് പറയുന്നത് ഈ കൂട്ടായ്മ, എല്ലാവരും കൂടെ ഒരുമിച്ച് ദൈവത്തിലേക്ക് സഞ്ചരിക്കുക. ആ സഞ്ചാരത്തിൽ ചില റോൾസ് ഉണ്ട്. ഒരു പിതാവുണ്ട്, നമുക്ക് ബിഷപ്പുണ്ട്, അവർക്ക് കുറ്റങ്ങളുണ്ട്, കുറവുകളുണ്ട്, അതെങ്ങനെ സഹായിക്കാമെന്നുള്ളത്. അപ്പം അതിനെ കുറ്റങ്ങളിൽ നിന്ന് വളരാനായിട്ട് മെത്രന്മാരും അച്ഛന്മാരും ശ്രമിക്കണം, അതിലേക്ക് അവരെ സഹായിക്കണം. അതുപോലെ തന്നെ കുടുംബങ്ങളിലെ പാളിച്ചകൾ വരാതിരിക്കാനായിട്ട് നമ്മളെ സഭയിലെ പല കാര്യസ്ഥം സഹായിക്കണം. ആ ഒരു മച്യൂരിറ്റി ഒത്തിരി ഇമ്പോർട്ടൻറ്റ്. മറ്റൊരാളെ എൻ്റെ വലിപ്പം കാണിക്കാനായിട്ട് മറ്റുള്ളവരെ കുറച്ച് കാണിക്കുന്നതും നമ്മൾ ഒരുമിച്ച് വളരുന്ന വ്യത്യാസമുണ്ട്. അത് മറ്റു മതങ്ങളോട് ഒരുമിച്ചാണേലും സഭയിലെ വിവിധ കാര്യസംസായാലും അവിടെയാണ് പരിശുദ്ധാത്മാവിൻ്റെ ആബ്സെൻസ് എന്ന് പറയുന്നത് ഡിവിഷനാണ്, അല്ലേ? ഡിവിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യണം. എന്തോ ദൈവാത്മീയത കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. അച്ഛൻ നമ്മൾ ശാലോൺ ടി വിയുടെ പ്രോഗ്രാമിലാണ് ഇപ്പോൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്, അല്ലേ? ഇന്ന് മീഡിയ ഈ ലോകത്ത് വരുത്തുന്ന ഇൻഫ്ലുവൻസ് പോസിറ്റീവ് നെഗറ്റീവ് വളരെ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ഇഫക്ട്സ് ഉണ്ടാകുന്നുണ്ട്. ഈ ലോകത്തെ പല രീതിയിൽ ഡിഫൈൻ ചെയ്യുന്ന പോലെ അവരാണ് ഓരോ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ ഈ ഇവാഞ്ചലൈസേഷന് മീഡിയയ്ക്കുള്ള റോള് അതിനെക്കുറിച്ചൊന്ന് അച്ഛൻ പറയാമോ? ആദ്യമായിട്ട് എൻ്റെ മനസ്സിൽ വരുന്നത് ഇവാഞ്ചലൈസേഷൻ ഓർ സത്യത്തെ മുമ്പിൽ ജനത്തിൻ്റെ മുമ്പിൽ വെക്കുക എന്നുള്ളതാണ് മീഡിയയുടെ ഒരു ചുമതല. ആ സത്യം എന്നുള്ള ഒരു അന്വേഷണം കൂടിയാണ്. ഇന്നത്തെ കാലത്ത് ഒരു സംഗതി ഫേക്ക് ന്യൂസ് ഒത്തിരിയുണ്ട്. അതുകൊണ്ട് സത്യം എന്താണ്, സത്യമല്ലാത്ത എന്താണ്. ഇപ്പോൾ ഉദാഹരണത്തിന് കാനഡയിലൊരു അച്ഛനെ പറ്റിയൊരു എന്താ പറയുക, ചൈൽഡ് അബ്യൂസിനെ പറ്റിയൊരു അക്യൂസേഷൻ വന്നു. അച്ഛൻ 5 വർഷത്തോളം ഒരു തടങ്കൽ പോലെയായിരുന്നു. അവസാനം തെളിഞ്ഞു അച്ഛൻ നിരപരാധിയായിരുന്നു. ഏതൊരു പയ്യൻ എന്തിനോ വേണ്ടിയിട്ട് അക്യൂസ് ചെയ്തായിരുന്നു. അച്ഛനെ ഇപ്പോൾ ഒരു നല്ല ഇടവകയിലേക്ക് മാറ്റി പുള്ളി പ്രവർത്തനം ചെയ്യുന്നുണ്ട്. ആ അച്ഛൻ 5 വർഷം തീരുന്ന് ജീവിച്ചാണ്. അപ്പോൾ ഈ സംഭവം കഴിഞ്ഞിട്ട് ഇപ്പോഴും ഇൻ്റർനെറ്റ് നോക്കിക്കഴിഞ്ഞാൽ കാണുന്നത് ഈ അച്ഛനിങ്ങനെ അബ്യൂസ് ചെയ്തെന്നുള്ള ആ ന്യൂസുകളാണ്. അതെടുത്ത് കളഞ്ഞിട്ടുമില്ല, കാരണം അത് ന്യൂസായിട്ട് കിടക്കുന്നു. അച്ഛൻ്റെ ഇപ്പോഴത്തെ സാഹചര്യത്തെ പറ്റി വലിയ ന്യൂസ് വലിപ്പമില്ല. അപ്പം ഞാൻ പറഞ്ഞു വന്ന സത്യം, നന്മ, ഇതിനെയൊക്കെ ശുശ്രൂഷിക്കേണ്ടവരാണ്
മീഡിയ അതിനുള്ളൊരു വലിയ പങ്കുമുണ്ട്. ഒരുപക്ഷെ ഈ ഫേക്ക് മീഡിയ ഒത്തിരി നാശം ചെയ്തിട്ടുണ്ട്, ഒത്തിരി നാശം. അതിൽ നിന്ന് പഠിച്ചിട്ട് എങ്ങനെ മീഡിയയെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കാമെന്ന് ലോകം പഠിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ ഈ ഒരു ഫീൽഡിൽ ആരെങ്കിലുമൊക്കെ മുന്നോടിയായിട്ട് നിൽക്കണം. ശാലോം അതുപോലെയുള്ള TV അതുപോലെ പ്രേക്ഷണ ഗ്രൂപ്പുകൾ അതിനോട്ട് മുന്നോട്ട് വരണം. അത് നമ്മളെ നയിക്കേണ്ടത് സത്യത്തിനുള്ള അന്വേഷണവും നന്മയും. അപ്പോൾ ഇതിന് ദൈവം ശാലോം, പ്രത്യേകിച്ച് ശാലോത്തിൻ്റെ വളർച്ചയെപ്പറ്റി എനിക്ക് ഒത്തിരി അത്ഭുതം തോന്നുന്നുണ്ട് കേട്ടോ. ഒരു കുഞ്ഞു സ്ഥലത്ത് കേരളത്തിൽ ജനിച്ച് അതിങ്ങനെ വളരുന്നു. അതിൻ്റെ പാഷൻ അത് വെരി ലെസ് ക്യാപിറ്റൽ ഇൻറ്റൻസീവായിട്ട് ആൾക്കാരുടെ സംരംഭങ്ങൾ, ഒത്തിരി നന്മയുള്ള മനുഷ്യരുടെ ഒരുമിച്ചുള്ളൊരു കൂട്ടായ്മ പ്രവർത്തനം, ഇങ്ങനെയുള്ള ഒത്തിരി നല്ല കാര്യങ്ങൾ നടക്കുന്നുണ്ടോ ഇൻ്റർനെറ്റ് വേൾഡിൽ. വിക്കിപീഡിയ ആകാം, പല ഓപ്പൺ സോഴ്സുകളുമൊക്കെ. അതിൽ ഒരു നമ്മളുടെ ഒരു ദൈവിക ഭാവത്തിൻ്റെ ഒരു പ്രകടനമാണ് അത്. അത് വളർന്നാലേ നമുക്ക് നല്ല നാളെ സൃഷ്ടിക്കാവുള്ളൂ. അവസാനമായിട്ട് ആ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് നമ്മളെല്ലാവരുടെയും കൂടെ ഉത്തരവാദിത്വമാണ്. ഈ തലമുറയുടെ അടുത്ത തലമുറയ്ക്ക് വേണ്ടിയിട്ടൊരു നന്മയെ വിട്ടുകൊടുക്കാനായിട്ട്. നമ്മളത് ചെയ്തില്ലെങ്കിൽ നമുക്ക് ഷെയിമാണെന്നേ ഉള്ളൂ. ഹിസ്റ്ററി ഈസ് നോട്ട് ഇൻ അവർ ഹാൻഡ്, ഇറ്റ് ഈസ് ഇൻ ദ ഹാൻഡ് ഓഫ് ഗോഡ്. നമുക്കൊരു റോളുണ്ട്. ആ റോള് നമ്മൾ ചെയ്തേച്ച് പോവുകയാണെങ്കിൽ നമുക്ക് അഭിമാനിക്കാം. ആ റോള് ചെയ്തില്ല എങ്കിൽ ഗോഡ് ക്യാൻ മേക്ക് ഇറ്റ്. അടുത്ത ജനറേഷൻ അത് ചെയ്യും. അപ്പോൾ അവർ നമ്മളെ തിരിഞ്ഞു നോക്കി പറയും, നിങ്ങളെന്താണ് ഞങ്ങൾക്ക് വേണ്ടി ചെയ്തത്. അപ്പോൾ ഇന്നത്തെ തലമുറയ്ക്ക് ഒരു ഉത്തരവാദിത്വമുണ്ട്. അടുത്ത തലമുറയിലേക്ക് വേണ്ടിയിട്ട് നന്മയുടെയും സത്യത്തിൻ്റെയും വഴി തുറന്നു വിടുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഇന്നത്തെ ലോകം ഫേക്ക് ന്യൂസും അങ്ങനെ ഒത്തിരി പരസ്പര ഷൂട്ട് ചെയ്യുന്ന തരത്തിലുള്ള ഒരു സമൂഹത്തെയാണ് അടുത്തതിന് കൊടുക്കണമെങ്കിൽ അടുത്ത തലമുറ പറയും നിങ്ങളെന്താണ് ചെയ്തത്. പക്ഷെ അവർ ഈ ഉത്തരവാദിത്വം എൻ്റെ അടുത്ത് ഒരുപക്ഷെ അത് നന്നാവും. അതുകൊണ്ടാണ് ലോകത്തിന് എപ്പോഴും എല്ലാ ജനനവും ഒരു പ്രതീക്ഷയാണ്, വിശുദ്ധിയിലേക്കുള്ള അല്ലെങ്കിൽ നന്മയിലേക്കുള്ള ഒരു പോസിബിലിറ്റിയാണ്. ആ പോസിബിലിറ്റിയെ ദൈവമാണ്, പരിശുദ്ധാത്മാവാണ് നയിക്കുന്നത്. ഹിസ്റ്ററി ദൈവത്തിൻ്റെതാണ്, നമ്മൾ ക്രിയേറ്റേഴ്സ് മാത്രമേ ഉള്ളൂ. ആ ഒരു യാത്രയിൽ മീഡിയയ്ക്ക് വലിയൊരു പങ്കുണ്ട്, ഒത്തിരി പങ്കുണ്ട്. പ്രിയമുള്ളവരെ, ബഹുമാനപ്പെട്ട മാത്യു വട്ടമറ്റച്ചനായിരുന്നു നമ്മുടെ കൂടെ ഈ ഹൃദയ സംവാദം പ്രോഗ്രാമിൽ സംസാരിച്ചു കൊണ്ടിരുന്നത്. ക്ലരീഷ്യൻ സഭയുടെ സുപ്പീരിയർ ജനറൽ അച്ഛനാണ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. അച്ഛൻ്റെ വിശേഷങ്ങൾ തീരുന്നില്ല, ഇനി ഒരുപാട് വിശേഷങ്ങൾ അച്ഛന് പറയാനുണ്ട്. നമുക്ക് പിന്നീടും അച്ഛനെ കേൾക്കാൻ ഉള്ള അവസരങ്ങളുണ്ടാകുമെന്ന് നമ്മൾ വിശ്വസിക്കുകയാണ്. അച്ഛ, ഈ ഒരു യാത്ര വളരെ സന്തോഷപ്രദമായിരുന്നു. കുടുംബത്തെക്കുറിച്ചും സഭയെക്കുറിച്ചും മാധ്യമ ലോകത്തെക്കുറിച്ചുമൊക്കെ അച്ഛൻ പറഞ്ഞ കാര്യങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങളുടെ എല്ലാവരുടെയും ഹൃദയങ്ങൾ തുറക്കുകയായിരുന്നു. മാതൃസ്നേഹത്തിൻ്റെ പ്രത്യേക സ്വഭാവമുള്ള നനവുള്ള ക്ലരീഷ്യൻ സഭയുടെ ആ ഒരു അനുഭവം ഞങ്ങൾക്കും ആ നനവ് അനുഭവിക്കാൻ സാധിക്കുകയായിരുന്നു. അച്ഛന് തുടർന്നുള്ള മിനിസ്ട്രികൾക്ക് എല്ലാ ദൈവാനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹൃദയ സംവാദം പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. അച്ഛന് നന്ദി പറയുന്നു. നമസ്കാരം.